എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ചൊല്ലിപ്പഠിക്കാൻ പോകുന്നത് ശ്രീമദ് നാരായണീയത്തിലെ ദശകം 39 യോഗമായ പ്രാദുർഭാവവും കൃഷ്ണ ജന്മോത്സവവുമാണ്. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ ശ്രീകൃഷ്ണാവതാര പിറവിയാണ് പഠിച്ചത്. ഈ ദശകത്തിൽ ഭഗവാന്റെ ജനനത്തിന് ശേഷം നടന്ന കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. അതായത് വസുദേവൻ ഭഗവാനെ അമ്പാടിയിലേക്ക് കൊണ്ടുപോകുന്നതും പകരമായി യോഗമായ ദേവിയെ എടുത്തുകൊണ്ടുവന്ന് ദേവകിയുടെ സമീപം കിടത്തുന്നതും അതിനുശേഷം നടന്ന കാര്യങ്ങളുമാണ് വിശദീകരിക്കുന്നത്. ആദ്യം നമുക്ക് ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കാം. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വസുദേവൻ ഭഗവാനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആകാശത്തോളം ഉയർന്ന ഇളകി മറിയുന്ന ജലപ്രവാഹത്തോടു കൂടിയ കാളിന്തി നദിയെ ആ യാദവശ്രേഷ്ഠൻ ദർശിക്കുന്നു. ആ ജലപ്രവാഹം അത്രയും വലുതായിരുന്നിട്ടും ഇന്ദ്രജാലം കൊണ്ടുണ്ടായ വെള്ളപ്പൊക്കമെന്ന പോലെ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലടിയുടെ അളവിലായി തീർന്നു. ആശ്ചര്യം തന്നെ എന്നാണ് 1-ാം ശ്ലോകത്തിൽ പറയുന്നത്. അതായത് അത്രയധികം വെള്ളം നിറഞ്ഞിരുന്ന കാളിന്തി നദിയിൽ വസുദേവൻ ഭഗവാനുമായി പോകാനൊരുങ്ങുമ്പോൾ കാളിന്തി നദി വഴിമാറിക്കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇന്ദ്രജാലം കൊണ്ടുണ്ടായ വെള്ളപ്പൊക്കമെന്ന് തോന്നിപ്പിക്കുമെന്ന് ഭട്ടതിരിപ്പാട് ഇവിടെ വിശേഷിപ്പിച്ചത്. സുഖമായി കിടന്നുറങ്ങുന്ന ഗോപസ്ത്രീകളോടും പതുക്കെ പതുക്കെ കരയുന്ന ബാലികയോടും തുറന്നു കിടക്കുന്ന വാതിലുകളോടും കൂടിയ ഗോപപാടത്തിൽ പ്രവേശിച്ചിട്ട് അദ്ദേഹം ഭഗവാനെ പ്രസവശയ്യയിൽ കിടത്തി ആ സ്ഥാനത്ത് നിന്ന് കപടകന്യയെ എടുത്തുകൊണ്ട് വേഗത്തിൽ സ്വന്തം രാജധാനിയെ പ്രാപിച്ചു. ഇതാണ് ശ്ലോകം 2ൻ്റെ അർത്ഥം. ഭഗവാനു വേണ്ടി യോഗമായാദേവി എല്ലാ വാതിലുകളും തുറന്നു. അതുപോലെ തന്നെ എല്ലാ ഗോപന്മാരെയും ഉറക്കത്തിൽ ആഴ്ത്തുകയും ചെയ്തു. ഇവിടെ കപടകന്യകയെന്ന് ഭട്ടതിരിപ്പാട് വിശേഷിപ്പിക്കുന്നത് യോഗമായാദേവി ആയതുകൊണ്ടാണ്. പിന്നീട് ഭഗവാന്റെ അനുജത്തിയായ ആ കുമാരിയുടെ കരച്ചിൽ കേട്ടുണർന്ന് വേഗത്തിൽ ചെന്ന ഭടന്മാരുടെ സംഘം കംസനെ സഹോദരി പ്രസവിച്ച വിവരം അറിയിച്ചപ്പോൾ കംസന് ഒട്ടും സന്തോഷം തോന്നിയില്ല. അഴിഞ്ഞ തലമുടിയോടെ വേഗത്തിൽ പാഞ്ഞെത്തിയ കംസൻ അതുഷ്ടിയോടെ സഹോദരിയുടെ കയ്യിലെ കന്യകയെ കണ്ടു. ഇതാണ് ശ്ലോകം 2ൻ്റെ അർത്ഥം. സഹോദരിയുടെ പുത്രൻ കംസനെ കൊല്ലും എന്നുള്ള അശരീരി ഉള്ളതുകൊണ്ടാണ് കംസന് ഒട്ടും തന്നെ സന്തോഷം തോന്നാഞ്ഞത്. ഈ കുട്ടി കപടസ്വരൂപിയായ മധുസൂദനൻ്റെ മായ ആയിരിക്കണം എന്നൊക്കെ നിശ്ചയിച്ച് ആന താമരപ്പൊയ്കയുടെ മധ്യത്തിൽ നിന്ന് ചെറു താമര വളയത്തെ എന്ന പോലെ സഹോദരി ദേവകി മുറുകെ പിടിച്ചിരുന്ന ആ പെൺകുഞ്ഞിനെ പിടിച്ചെടുത്ത് യോഗമായാദേവിയെ പാലക്കല്ലിന്മേൽ ഊങ്ങിയടിച്ചു. ഇതാണ് ശ്ലോകം 4ൻ്റെ അർത്ഥം. അതായത് കംസൻ തൻ്റെ കുഞ്ഞിനെ കൊല്ലാനാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായ ദേവകി ആ കുഞ്ഞിനെ മാറോട് ചേർത്തിങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ശക്തമായി പിടിച്ചെടുത്തിട്ടാണ് ആ കുഞ്ഞിനെ കംസൻ കല്ലിൽ ഓങ്ങിയടിച്ചത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കാലപാശത്തിൽ നിന്ന് അങ്ങയുടെ ഭക്തനെന്ന വിധം അവൾ വഴുതിച്ചാടി തൻ്റെ സ്വന്തം രൂപത്തെ പ്രാപിച്ച് താഴെ ഇറങ്ങാതെ തന്നെ പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന 8 കൈകളിലും തിളങ്ങുന്ന ആയുധങ്ങളോട് കൂടിയവളായി ആകാശമാർഗത്തെ പ്രാപിച്ച് ഏറ്റവും വിളങ്ങി. ആശ്ചര്യമെന്നല്ലാതെ എന്തു പറയാനാണ് എന്നാണ് 5-ാം ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത്. അതായത് കാലപാശത്തിൽ എന്ന് പറഞ്ഞ മരണത്തിൽ നിന്ന് ഭഗവാൻ എങ്ങനെയാണോ ഭക്തരെ രക്ഷിക്കുന്നത് അതുപോലെ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതിദുഷ്ടനായ കംസ, തല്ലിച്ചതച്ചതുകൊണ്ട് എന്നാൽ നിനക്ക് എന്താണ് സാധിക്കാനുള്ളത്? നിന്റെ അന്തകൻ ഏതോ ഒരിടത്ത് ജനിച്ചിട്ടുണ്ട്, നിനക്ക് ശ്രേയസ്സിനുള്ള മാർഗത്തെ ചിന്തിച്ചു കൊള്ളുക എന്നൊക്കെ പറഞ്ഞ് അല്ലയോ ഭഗവാൻ അങ്ങയുടെ അനുജത്തി ദുഷ്ടനായ അവനോട് പറഞ്ഞിട്ട് പോവുകയും ദേവഗണങ്ങളാൽ സ്തുതിക്കപ്പെട്ടവളായി ഭൂലോകത്തിലെ സ്ഥാനങ്ങളെ തന്നെ പ്രാപിക്കുകയും ചെയ്തു. ഇതാണ് ശ്ലോകം 6ൻ്റെ അർത്ഥം. ഇവിടെ നൃശിംസതര കംസ, അതായത് പ്രശംസിക്കാൻ തക്കതൊന്നുമില്ലാത്ത കംസ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ തല്ലിച്ചതച്ചിട്ട് കാര്യമില്ല, നിന്റെ അന്തകൻ ഏതോ ഒരിടത്ത് ജനിച്ചിട്ടുണ്ട് എന്ന് യോഗമായാദേവി കംസനെ അറിയിക്കുന്നതാണ് സന്ദർഭം. പിറ്റേന്നാൾ കാലത്ത് ഭോജേശ്വരനാൽ യോഗമായയുടെ വാക്യങ്ങളെ പറഞ്ഞറിയിക്കപ്പെട്ടവരായി അഭിമാനികളായ പ്രലംബൻ, ഭഗൻ, പൂതന മുതലായ അസുരന്മാർ പിന്നീട് ഭഗവാനെ കൊല്ലുവാനുള്ള ആഗ്രഹത്തോടെ ഭയലേശം കൂടാതെ ലോകം മുഴുവൻ
ബാലന്മാരെ വധിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. നിർദ്ദയന്മാരാൽ ചെയ്യപ്പെടാത്തത് എന്താണുള്ളത് എന്നാണ് ശ്ലോകം 7 ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത്. അതായത് തന്നെ കൊല്ലാനുള്ള ആൾ ഏതോ ഒരിടത്ത് ജനിച്ചിട്ടുണ്ടെന്ന് യോഗമായ ദേവിയുടെ വാക്യം കേട്ട കംസൻ ഭയന്ന് അസുരപ്രമുഖരായ ബഗൻ, പ്രലംബൻ, പൂതന എന്നിവരെ വിളിച്ചു വരുത്തി എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാനായി ആജ്ഞാപിക്കുന്നു. കാരണം കംസൻ അറിയില്ല ഏതു കുട്ടിയാണ് തൻ്റെ അന്തകനായി ജനിച്ചിട്ടുള്ളതെന്ന്. അനന്തരം ഗോകുലത്തിൽ ഭഗവാൻ നന്ദപത്നിയുടെ പ്രസവശയ്യയിൽ കിടന്നുകൊണ്ട് അല്പമൊന്ന് കാലുകുടഞ്ഞു കരഞ്ഞപ്പോൾ സ്ത്രീജനങ്ങൾ ഉണർന്ന് അങ്ങനെ ഉണ്ണിയുണ്ടായ വിവരം എല്ലാവരും അറിഞ്ഞ് അമ്പാടി മുഴുവൻ സന്തോഷത്താൽ പരവശമായി തീർന്നു എന്നാണ് ശ്ലോകം 8 ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. അതായത് താനിവിടെ എത്തിയെന്ന് ഭഗവാൻ കാല് കുടഞ്ഞ് കരഞ്ഞറിയിച്ചു എന്നാണ് പറയുന്നത്. ഉണ്ണി പിറന്ന വിവരം അറിഞ്ഞ് ഗോകുലം മുഴുവൻ സന്തോഷത്തിൽ ആറാടിയെന്നുമാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. പുതിയ കായാമ്പു എന്ന പോലെ ചേതോഹരനായ ഭഗവാനെ സമീപത്തിൽ ആദ്യമായി സ്വന്തം കണ്ണുകൾ കൊണ്ട് തൃപ്തിയാവോളം കാണുന്നവളും പിന്നെ തൻ്റെ കുജകുംഭങ്ങളെ അധിക സന്തോഷത്തോടെ പാനം ചെയ്യിക്കുന്നവളും ചേതോഹരമായ തിരുമേനിയെ പുണരുന്നവളുമായ യശോദയാൽ ലോകത്തിൽ സുകൃതികൾ ജയിക്കപ്പെട്ടു. അത്യാശ്ചര്യം തന്നെ എന്നാണ് ഭട്ടതിരിപ്പാട് 9-ാം ശ്ലോകത്തിൽ പറയുന്നത്. ഇവിടെ ഭഗവാനെ ആദ്യമായി കണ്ട യശോദയുടെ സന്തോഷവും ഭഗവാന് പാലൂട്ടുന്നതും കൂടാതെ ഭഗവാന്റെ അമ്മയാകാൻ കഴിഞ്ഞത് സുകൃതികൾക്ക് മാത്രം കിട്ടുന്ന പുണ്യമാണ്. അങ്ങനെ സുകൃതികൾ ജയിക്കപ്പെട്ടു എന്നുമാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ആ സമയം നന്ദഗോപനാകട്ടെ വർദ്ധിച്ച സന്തോഷത്താൽ പരവശനായി അങ്ങയുടെ അഭ്യുദയത്തെ കാക്ഷിക്കുക നിമിത്തം വിപ്രഗണങ്ങൾക്കായി എന്തു തന്നെ ദാനം ചെയ്തില്ല. അതുപോലെ തന്നെ ഗോപന്മാരും ഏതൊരു മംഗളകർമ്മത്തെയാണ് അനുഷ്ഠിക്കാഞ്ഞത്. അല്ലയോ 3 ലോകങ്ങൾക്കും മംഗളമരുളുന്ന ഭഗവാനെ, എന്നെ ഈ ദൈന്യത്തിൽ നിന്ന് രക്ഷിച്ചരുളിയാലുമെന്നാണ് ഭട്ടതിരിപ്പാട് 10-ാം ശ്ലോകത്തിൽ അപേക്ഷിക്കുന്നത്. അതായത് ഇവിടെ നന്ദഗോപർ പുത്രൻ ജനിച്ച സന്തോഷമറിഞ്ഞ് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്ക് തന്നെ കൊണ്ടാവുന്ന വിധത്തിലെല്ലാം ദാനം ചെയ്തു. അതുപോലെ ഗോപന്മാരും എന്ത് മംഗളകർമ്മമാണ് ഇനി അനുഷ്ഠിക്കാനുള്ളത് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ദശകങ്ങളായി ചൊല്ലി നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 39 യോഗമായ പ്രാദുർഭാവവും കൃഷ്ണ ജന്മോത്സവവും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭവന്തമയമുദ്വഹൻ യദുകുലോദ്വഹോ നിസ്സരൻ ദദർശ ഗഗനോചലത് ജലഭരാങ്കളിന്ദാത്മജാം അഹോ സലില സഞ്ജയ സ പുനരൈന്ദ്രജാലോദിതോ ജലൗഖൈവ തത്ക്ഷണാത് പ്രഭതമേയതാമായയൗ പ്രസുപ്ത പശുപാലിക നിഭൃതമാരുദത് ബാലികാം അപാവൃത കവാടികാം പശുപവാടികാമാവിശൻ ഭവന്തമയമർപ്പയൻ പ്രസവതൽപകേ തത്പദാത് വഹൻ കപട കന്യകാം സുപുരമാഗതോ വേഗതാ തതസ്തദനുജാരവക്ഷപിത നിദ്രവേഗദ്രവത് ഫടോത്കര നിവേദിത പ്രസവ വാർത്തയായി വാർത്തിമാൻ വിമുക്ത ചികിരോത്കരസ്ത്വരിതമാപതൻ ഭോജരാട് അദുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനികാക്കരേ കന്യകാം ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേത് അസൗ ഇതി കിശോരികാം ഭഗിനികാക്കരാലിംഗിതാം ദിപോ നളിനികാന്തരാത് ഇവ മൃണാളികാമാക്ഷിപൻ അയം ത്വദനുജാമജാം ഉപലപട്ടകേ പിഷ്ടവാൻ തതോ ഭവതുപാസകോ ഛടിതി മൃത്യുപാശാത് ഇവാ പ്രമുച്യ തരസൈവ സാ സമധിരൂഢരൂപാന്തരാ അധസ്ഥലമജഗ്മുഷി വികസതഷ്ടബാഹുസ്ഫുരൻ മഹായുധമഹോ ഗദ കില വിഹായ സാദിദ്യുതേ നൃശംസതര കംസതേ കിമു മയാ വിനിഷ്പിഷ്ടയാ
ബഭൂവ ഭവദന്തക ക്വചന ചിന്ത്യതാം തേ ഹിതം. ഇദിത്വതനുജാ വിഭോ ഖലമുദീര്യതം ജഗ്മുഷി. മരുദ്ഗണപണായിതാ ഭുവിജ മന്ദിരാണേയുഷി. പ്രഗേ പുനരഗാത്മജാ വചനമീരിതാ ഭൂഭുജാ. പ്രലംബ ഭഗപൂതനാ പ്രമുഖദാനവാമാനിനാ. ഭവന്നിധനകാമേയാ ജഗതി ബഭ്രമുർനിർഭയാ. കുമാരകവിമാരക കിമിവ ദുഷ്കരം നിഷ്കൃപൈ. തതഃ പശുപമന്ദിരേ ത്വയി മുകുന്ദനന്ദപ്രിയാ. പ്രസൂതി ശയനേ ശയേരുവതി കിഞ്ചിദഞ്ജത്പദേ. വിബുധ്യ വനിതാജനൈ സ്തനയ സംഭവേ ഘോഷിതേ. മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം. ഭവന്തമലമന്ദികേ പ്രഥമമാഭിബന്ധ്യാദൃശാ. പുനസ്തനഭരം നിജം സപദി പായയന്ത്യാ മുദാ. മനോഹരതനുസ്പൃശാ ജഗതി പുണ്യവന്തോജിതാ. ഭവത്കുശലകാമേയാ സഖലു നന്ദഗോപസ്തദാ. പ്രമോദഭരസങ്കുലോ ദ്വിജകുലായ കിം നാദദാത്. തഥൈവ പശുപാലകാ കിമുന മംഗളം തേ നിരേ. ജഗത്ഹൃദയമംഗള ത്വമിഹ പാഹി മാമമയാത്. ശ്രീ ഹരിയേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.